ശ്രീ മഹേഷ് പണിക്ക, നോക്കൂ, ഈ നമ്മുടെ പത്മകുമാർ അദ്ദേഹം അറസ്റ്റിന് മുമ്പ് പറഞ്ഞതാണ് ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കരുതിയത് എന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പം നോക്കൂ, ഈ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്, ഒരു ആശയക്കുഴപ്പം. ആരായിരിക്കും അത്? തന്ത്രിയായിരിക്കുമോ, മന്ത്രിയായിരിക്കുമോ? അല്ല, എന്തായാലും ഈ രണ്ട് രീതിയിലുള്ള ഒരു പോക്കാണ്. ഇപ്പൊ തന്ത്രി ഇതിലാണല്ലോ നമ്മൾ ഫസ്റ്റ് മൊഴി എടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും ദൈവതുല്യർ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ തന്ത്രിയാകാൻ സാധ്യതയുണ്ട്. ഇനിയും ചിലപ്പോൾ മന്ത്രി വരാം, ഇനി അതിന് മേളിൽ വല്ല ആൾക്കാരുണ്ട്, അവരും ഒക്കെ വരാം. കാര്യം അയ്യപ്പന്റെ ആ ഒരു കീ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കണേ. ഈ പറഞ്ഞ ഈ രാഷ്ട്രീയത്തിന്റെ ഒക്കെ തണലിലുള്ള വളരെ പ്രാവീണ്യമുള്ള ആൾക്കാരെ വിലങ്ങ് വെച്ച്, നമ്മൾ എതിർ രാഷ്ട്രീയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ വിലങ്ങില്ലാതെ വരുന്നത്, അറിഞ്ഞോ അറിയാതെയോ എവിടെയാണ് ആ പഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലങ്ങ് വെച്ച് അവർ കോടതിയിലേക്ക്, അവർ തന്നെ ജഡ്ജിയായിട്ടിരുന്ന, വിജിലൻസ് ജഡ്ജിയായിട്ടിരുന്ന അദ്ദേഹം വാസുദേവ് ജഡ്ജിയായിട്ടിരുന്ന അവിടെ തന്നെ വിലങ്ങ് വെച്ച് കയറേണ്ടി വരുന്ന ഒരു സാഹചര്യം അയ്യപ്പൻ ഒരുക്കുന്നുണ്ട്. അപ്പൊ അയ്യപ്പന്റെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പൊ അതുകൊണ്ട് എത്ര വലിയ ദൈവതുല്യരാണെങ്കിലും അവരെ മന്ത്രിയോ തന്ത്രിയോ ആരാണേലും അവരെയൊക്കെ ഇത് എത്തപ്പെടും. കാര്യം ഇത് അത്രമാത്രം ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നേരത്തെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ ഈ നൈമിത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ ഈ ദേവപ്രശ്നമൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള രീതിയിൽ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞ ഈ ഗ്രഹണം, ഇതൊരു ചന്ദ്രഗ്രഹണത്തിൽ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഇവർ അയ്യപ്പന്റെ ചീഫ് ഗാർഡ്സിന്റെ മണ്ടയ്ക്ക് കൈവച്ചത്. ആ കൈവച്ചത് ഇവരുടെ ഏറ്റവും താന്ത്രിക വിധി പ്രകാരം ഒരു ലോകത്തെ ഒരു തന്ത്രി അന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പ ക്ഷേത്രം 8:30 അടച്ചു. സാധാരണ 10 മണി വരെയുള്ള നമ്മളെല്ലാം തുറന്നിരിക്കുകയായിരുന്നു. പൗർണമിയായിരുന്നു. ചന്ദ്രഗ്രഹണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ അടച്ചിട്ടാണ് ആരും അറിയാതെ ഇവർ ഇത് ഇളക്കിയത്. അതിലൊരിക്കലും തന്ത്രി കൂട്ടു നിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യത്തിനകത്തൊക്കെ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞാലും അതൊക്കെ അദ്ദേഹത്തിന്റെ ഇതാണ്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ. തന്ത്രത്തിന്റെ ഒരു ഭാഗമാണത്. അദ്ദേഹം ഒരു താന്ത്രിക അവകാശമുള്ള ഒരു വ്യക്തിയാണ്. ദേവനെ ആ സമയത്ത് നമ്മൾ കൊച്ചു അമ്മമാരെങ്ങനെയാണോ കൊച്ചു കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുന്നത്, അതുപോലെയാണ് ആ സമയത്തെ ദേവചൈതന്യം. ആ ദേവചൈതന്യത്തെ തന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ പൂജാവിധി ചെയ്യുന്ന പൂജാരിമാര് അവര് ശക്തമായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്ത്, ആ സമയത്ത് അമ്പലത്തിൽ ആരെ അടുപ്പിക്കത്തില്ല, അമ്പലം മൊത്തം അടയ്ക്കും, നമുക്ക് ഭക്തർക്ക് പ്രവേശനമില്ല. അത്രയ്ക്ക് അവർ നാമജപമോ അല്ലെങ്കിൽ മുറജപോ അങ്ങനത്തെയൊക്കെ പല 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 ജപങ്ങളിൽ അവർ മുഴുകും. ആ ചന്ദ്രഗ്രഹണം കഴിയുന്നവരെ അല്ലെ സൂര്യഗ്രഹണം കഴിയുന്നവരെ അതൊരു പ്രത്യേക പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇവർ ആ സമയത്ത് ചെയ്ത പരിപാടി ഈ ധാരപാലകരുടെ പവർ കട്ട് ചെയ്യുകയാണ്. അവർ നേരെ വന്നിട്ട് ഇതിനെ കുത്തികളൊക്കെ എടുക്കുകയാണ്. അപ്പൊ അതൊരു ഗുരുതരമായ താന്ത്രികപരമായ അവരുടെ ഒരു വീഴ്ചയാണ്. അതിന്റെ പ്രശ്നമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്ന മൊത്തം. അതുകൊണ്ട് തന്നെയാണ് ആ ഗാഡ്സ് ഉണർന്നത്. അവർ അത് കഴിഞ്ഞിട്ട് നിലത്ത് നിർത്തിയിട്ടില്ല ഇവരെ. മറ്റേ ആഗോള സംഗമത്തിന്റെ കാര്യവും അതും ഇതും. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രസിഡന്റുമാർ ഒന്നൊന്നായിട്ട് അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഉദ്യോഗസ്ഥരകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രി വരെ കോടതിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട, അദ്ദേഹം തിരുവനന്തപുരത്ത് കോടതിയിൽ പോയി ചോദ്യം ചെയ്യപ്പെടേണ്ട വരെ വന്നിരിക്കുകയാണ്. അതൊരു ഗുരുതരമായ അവസ്ഥയാണ് ഒരു താന്ത്രിക ഇതില്. അവരുടെ വീഴ്ച, ആ താന്ത്രികപരമായ രീതിയിലുള്ള അവരുടെ വീഴ്ച വളരെ ബോധ്യപ്പെടുന്ന ഒരു ഉദാഹരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അതുപോലെയാണ് ഇതിന്റെ വിഷയങ്ങൾ മൊത്തം. പിന്നെ ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് കാര്യം, നമ്മൾ ഈജിപ്തിലോട്ടൊക്കെ ഉള്ള ഒരു കാര്യം പറഞ്ഞു. അതൊരു വളരെ ഈജിപ്തുമായിട്ട് നമ്മുടെ ഈ 3000 കൊല്ലത്തോളം പഴക്കമുള്ള ഇവിടുത്തെ ഒരു ട്രേഡ് റൂട്ട് ഉണ്ട്. നമ്മുടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പഴയ സൂക്ഷ്മമായ രീതിയിലുള്ള ആചാരങ്ങൾ അന്നത്തെ മുതലേ തുടർന്നിട്ടുള്ളതാണ്. തുത്തുംഖാൻ എന്ന് പറഞ്ഞ ഒരു ഫറവോന്റെ മമ്മിക്കകത്തുനിന്ന് നമ്മുടെ കുരുമുളകും നമ്മുടെ ഏലവും ഒക്കെയാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഒരു മ്യൂസിയം അവിടെ തുറന്നിരിക്കുന്നത്. അപ്പം ആ റൂട്ട് നമ്മുടെ ബാരിസ് നദി, പമ്പാ നദിയൊക്കെ പറയുന്നത് ഈ പുറക്കാടുള്ള കടപ്പുറത്തിൽ കൂടായിരുന്നു ഈ മൊത്തം റൂട്ടും പൊക്കോട്ടിരിക്കുന്നത്. ആ ട്രേഡ് റൂട്ടിന്റെ ഒക്കെ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവരെ ബന്ധപ്പെടുത്തി നമ്മൾ സംശയിക്കണം. ഇവരുടെ യാത്രകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒക്കെ ഈ കെയറോയിലോട്ടൊക്കെയുള്ള യാത്രകൾ അതിന്റെ ഒരു ഇതാകാൻ സാധ്യതയുണ്ട്. കാര്യം അവിടെ അത്രമാത്രം ആന്റിക്കിന്റെ കച്ചവടവും അത് പല 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 അടുത്തോട്ടൊക്കെ പോകുന്ന കാര്യമുണ്ട്. അവർ ചരിത്രത്തെയൊക്കെ വളരെ വിശാലമായ രീതിയിലും അവരുടെ അതിന്റെ പവേഴ്സും അതിന്റെ കാര്യങ്ങളെയും അതിന്റെ ഇംപ്ലിമെന്റേഷനെ കുറിച്ച് നമ്മുടെ ഒരു പ്രത്യേക ഭൂമി വിഭാഗമാണ് ഈ പറയുന്ന കേരളം എന്ന് പറയുന്നത്, ഇന്ത്യന്റെ ഇപ്പുറത്തോട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകതയുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, ദൈവത്തിന്റെ തന്നെ നാടാണ് അത് കാലാകാലങ്ങളായിട്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്തൊക്കെ ഇടപെട്ട് ഇവർക്കൊക്കെ അറിയാവുന്ന ഈ ചന്ദ്രഗ്രഹണത്തിനും സൂര്യഗ്രഹണത്തിനും ഒക്കെ ഇത് ഇളക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഗ്രൂപ്പിനാണ്. ഇത് മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അവർ ഇതുപോലത്തെ കാര്യങ്ങൾ ബോധപൂർവ്വം ചെയ്യുന്നതാണ്. നമ്മളാണ് അജ്ഞര്, ഭക്തരജ്ഞരാണ്. ഈ പറയുന്ന തന്ത്രി പോലും ചിലപ്പോൾ അജ്ഞരായിരിക്കും. തന്ത്രിയെ കൊണ്ട് തന്നെ ഈ സമയത്താണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവര് 2019 ഇത് ഇളക്കിയ ജൂലൈ 19, 20 തീയതികളാണ്. ആ തീയതികളും ഇതേപോലെ ചന്ദ്രഗ്രഹണ ദിവസമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇതിനകത്ത് വളരെ ഗുരുതരമായ കുറെ സംഭവങ്ങൾ
സംഭവങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു നമ്മുടെ ധാരപാല പാളികളിൽ നിന്നാണ് ഇവർ ഈ പ്രശ്നം പറയുന്നത്. പക്ഷെ അതൊരു ജൂലൈ 19 തീയതിയാണ് ഇത് ഇളക്കുന്നത്. പക്ഷെ അതല്ല, മാർച്ച് ഫെബ്രുവരി 2019 ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഇവർ മറ്റേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കഥകിന്റെ കാര്യം ഇവർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. കഥ ഇവിടുന്ന് മാർച്ച് 15 ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ജയറാമൊക്കെ വന്ന് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം മാർച്ച്, അത് കഴിഞ്ഞ് ജൂലൈ, അത് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് ഈ പറഞ്ഞ ധാരപാല പാളി തിരിച്ചു വരുന്നത്. അപ്പൊ 3-4 ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു കൊള്ളയുടെ, ഈ വിജയമല്യയുടെ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്ത സാധനങ്ങളുടെ കൊള്ളയുടെ ഒരു എപ്പിസോഡ് 5-6 മാസമായിട്ട് നടക്കുന്ന 10-15 പ്രോസസ്സുകളാണ്. ഇത്രയും പ്രോസസ്സുകളിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഇതിനകത്ത് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് വിളിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു കാര്യം അല്ല ഇത്. നമ്മൾ സത്യം പറഞ്ഞ മാധ്യമങ്ങളും ഇപ്പൊ ഈ കേസ് കേൾക്കുന്ന ആ ഒറ്റ ധാരപാലക പാളി അല്ലെ സ്വർണ്ണപ്പാളി ഒറ്റ പേരെ കേൾക്കുന്നുള്ളൂ. ഈ ഒറ്റ സ്വർണ്ണപ്പാളി അല്ല, ഇതിനകത്ത് കുറെ നിരന്തരമായ കുറെ സംഭവങ്ങളുണ്ട്, കുറെ സമയങ്ങളുണ്ട്. ഈ സിനിമാക്കാരുടെ ബന്ധവും ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്ത് വായിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിനു മുമ്പുള്ള നമ്മുടെ മണി, വാജിവാഹനമൊക്കെ അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്ന ഗുരുതരമായ ഈ ക്ഷേത്രത്തിൽ നിന്ന്, നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് മാനുവലിൽ തന്നെ ഉണ്ട്. ഒരു കാര്യവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അതെല്ലാം അവിടെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതുപോലത്തെ അങ്ങനെ നിയമമുള്ളപ്പോൾ, വ്യക്തമായ നിയമമുള്ളപ്പോൾ അധികാരം ഉണ്ട് എന്നല്ലേ പറയുന്നത് തന്ത്രിക്ക്? അത് ശബരിമലയിൽ തന്നെ വെക്കാലോ. ശബരിമലയിൽ അദ്ദേഹത്തിന് റൂമുണ്ടല്ലോ. ശബരിമലയിൽ തന്നെ അദ്ദേഹത്തിന് റൂമും അദ്ദേഹത്തിനുള്ള കിടക്കാനുള്ള വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ടേബിളിന് മുമ്പിൽ അത് വെച്ച് അവരെ ഭക്തരെ ഒന്ന് കാണുകയല്ലേ, അവിടെ ഇരുന്നോളുമല്ലോ. പക്ഷെ അതിപ്പോ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതൊരു വിൽപ്പനയ്ക്ക് വേണ്ടിയല്ലേ. വീട്ടിൽ എന്തിനാ കൊണ്ടുപോകുന്നത്? അവിടെ വെച്ചാൽ പോരെ, അവിടെ അദ്ദേഹത്തിന്റെ കൺഫ്ലിക്റ്റ് തന്നെ ഇരുന്നോട്ടെ. അങ്ങനെയാണെ തന്നെ അതും 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില നിയമങ്ങൾ, ചില നമ്മൾക്ക് മാറ്റപ്പെടേണ്ട ചില നിയമങ്ങൾ, ഇങ്ങനത്തെ കുറെ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ ഹൈന്ദവ സമൂഹം നവീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊക്കെ വളരെ ആ സമയത്ത് അത് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന് ദാനം ചെയ്യണം, ഇത് വളയാക്കി ഇടണം, എന്താ പറഞ്ഞ മരത്തിലൊക്കെയാണെ കത്തിക്കണം, ശീലയിലുള്ളതാണെ മറ്റേ ആഴമുള്ള കയത്തി കൊണ്ട് കളയണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതെല്ലാം കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഇത്രയും വാല്യൂ ഉള്ള കാര്യം, ഇപ്പൊ വാല്യൂ ഉള്ള കാര്യം സാധാരണ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം അതൊരു പൊതു ക്ഷേത്രമാകുമ്പോഴത്തേക്ക്, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഈ പറഞ്ഞ തന്ത്ര കുടുംബങ്ങളുടെ അണ്ടറിൽ തന്നെയാണ്, അവരുടെയാണ് ബ്രഹ്മസം ദേവസ്വം എന്നും പറഞ്ഞ് 2 രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ആ ബ്രഹ്മസത്തിന്റെ അണ്ടറിലുള്ള അവരുടെ തന്നെ പാരമ്പര്യമായിട്ട് അവർ തന്നെ കൈകാര്യം ചെയ്യുന്ന ആ ക്ഷേത്രത്തിന്റെ അണ്ടറിലായിരിക്കും അവിടുത്തെ ഭൂമിയും അവിടുത്തെ അതിന്റെ വരുമാനങ്ങളും, അത് പാട്ടം കൊടുത്തുള്ള വരുമാനങ്ങളും, നെല്ലും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്നതിനകത്ത് ഈ പറഞ്ഞ ശരിയാണ്, അവരുടെ അണ്ടറിൽ തന്നെ അതിന്റെ തീരുമാനങ്ങൾ എടുക്കണം. ഇത് പക്ഷെ അങ്ങനെയല്ല. വരുന്ന ഓരോ ഭക്തനും ഏകദേശം എത്രമാത്രം ബുദ്ധിമുട്ടിയ ഒരു ഭക്തൻ ശബരിമല വരുന്നത്, അവൻ കൊടുക്കുന്ന കാണിക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ഇതിന്റെ അവരുടെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്തം വെറും ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന തന്ത്രം കൊണ്ട് മാത്രം പറയില്ല. മറ്റേ ബ്രഹ്മസ്വം എന്ന് പറയുമ്പോഴത്തേക്കോ അങ്ങനെയാണെങ്കിൽ അത് പറയുമായിരുന്നു, അത് പറയുന്നത് ന്യായവുമാണ്. ഇപ്പൊ നമ്മൾ പല പുരാതനമായ ക്ഷേത്രങ്ങൾ പറയുന്നില്ല. ഈ ക്ഷേത്രം പക്ഷേ എല്ലാ സകല ജാതി മതസ്ഥരും അതുപോലെ കഷ്ടപ്പെട്ട് അതുപോലെ വന്ന് അവരിടുന്ന കാണിക്ക് പണമായിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനത്തെ ഒരു പഴയ നിയമങ്ങളൊക്കെ പറഞ്ഞ് ദുരുപയോഗം ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി അത് കൂടുതൽ ഇതുപോലത്തെ കൊള്ളയ്ക്ക് വെക്കുകയും, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ടിപ്പു സുൽത്താന്റെ കാലത്തെ പോലെ ഇപ്പം ക്ഷേത്രങ്ങളൊന്നും ആരും വന്ന് വെട്ടിക്കൊള്ളയടിക്കുകയോ അല്ലെ പുട്ടി എടുത്തോണ്ട് അതിനകത്ത് വിഗ്രഹങ്ങൾ പൊട്ടിച്ചോണ്ട് പോകുന്നൊന്നുമില്ല, കള്ളന്മാരുടെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ നടക്കുന്ന ഇതുപോലത്തെ പരിപാടിയാണ്. സുഭാഷ് കപൂറിന്റെ രീതി എന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സൂചിപ്പിക്കുകയും ചെയ്തു. കാര്യം നടക്കുന്നത്. അതെ, പൂജ നടത്തുന്ന ആൾക്കാരെ പിടിക്കുക, അല്ലെ അതിനകത്ത് കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ പിടിക്കുക. അത് എത്ര വലിയ ആൾക്കാരാണല്ലോ, അവരെ പിടിക്കുക, ഈ പറഞ്ഞ എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിനകത്ത് കയറ്റുക, ഒറിജിനൽ മാറ്റി. ഇത് തന്നെയാണ് സമാനമായ രീതിയിലാണ് ഈ സുഭാഷ് കപൂറിന്റെ മോഡൽ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രത്യേകം സൂചിപ്പിക്കുകയും ഉത്തരവിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം ആ രീതിയിലൊക്കെ ഇവർ സംശയത്തിന് നിഴലാണ്. സത്യം പറഞ്ഞാൽ ഇവരെ സംശയത്തിൽ നിന്ന് മറ നീക്കി പുറത്തു കൊണ്ടുവന്ന് സ്ഫുടം ചെയ്യേണ്ടത് ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യമാണ്. കാര്യം ഇതിനകത്ത് ഇവരൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കാൻ പാടുള്ള വ്യക്തികളല്ല. പക്ഷെ നിയമത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവർ നിയമത്തിന്റെ ആ ഒരു പ്രോസസ്സിൽ കൂടെ അതിന്റെ ആ മൊഴിയെടുക്കുക, മറ്റുള്ളവരുടെ മൊഴിയെടുക്കുക, മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ അതിനെ താരതമ്യം ചെയ്യുക, അതിനനുസരിച്ച് വിശകലനം ചെയ്ത് അതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുക, എവിടെയാണ് നെല്ലും പതിരും വേർതിരിച്ചറിയേണ്ട ഒരു ആവശ്യം ഉണ്ട്. പക്ഷെ അയ്യപ്പന് ഇതിനകത്ത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അയ്യപ്പന്റെ റൂൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.